എൻ്റെ മോനെ കിണ്ണലുക്ക്. എനിക്കൊരു ഗേൾ ഫ്രണ്ട് വേണമേടാ, എനിക്കൊരു ഗേൾ ഫ്രണ്ട് വേണമേടാ, പാൽ പോലെ 14 എനിക്കൊരു ഗേൾ ഫ്രണ്ട് വേണോ. ഓ നിങ്ങളോ? ഏയ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു மை யூடியூப் சேனல். என் நெஞ்சில் குடியிருக்கும் அன்பான குட்டி குட்டி இருக்கும் ஒவ்வொரு வீட்டில் குழந்தைக்கும் வணக்கங்க. என்னோட பிறகா நல்லா இருக்கா? உங்களுக்காக நான் ஒரு ரியாக்ஷன் வீடியோ பண்ண போகிறேன். അപ്പോൾ കാത്തിരിപ്പിനൊടുവിൽ നമ്മുടെ ദിലീപ് ഏട്ടൻ്റെ ബബ്ബ മൂവിയുടെ ടീസർ ഇറങ്ങിയിരിക്കുകയാണ്. ഇന്നലെയാണ് ഇറങ്ങിയത്. ഞാനിതുവരെ കണ്ടിട്ടില്ല. നിങ്ങളുടെ കൂടെ കണ്ട് റിയാക്ഷൻ ഇടാമെന്ന് വിചാരിച്ചു. റെക്കോർഡ് ആവുന്നില്ലേ? ആവുന്നുണ്ട്. പിന്നെ ലാലേട്ടൻ ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. പിന്നെ ഇതിൽ ദിലീപ് ഏട്ടൻ്റെ ലുക്ക് പണ്ടത്തെ മൗസ് ആൻഡ് ക്യാറ്റ് മൂവിയൊക്കെ ഉണ്ടല്ലോ, അത് ഓർമ്മയില്ലേ? അതിലെ ഒരു ലുക്ക് പോലെയൊക്കെ തോന്നുന്നുണ്ട് അല്ലേ? ആ ക്ലീൻ ഷേവ് ലുക്കൊന്ന് മാറിയപ്പോൾ തന്നെ അങ്ങനെ കിടിലം നല്ല ജംഗിൾ പൊളി ലുക്കായി. അടിപൊളി. ഞാൻ ടീച്ചർ കാണാൻ അക്ഷമനായി നിൽക്കണം. ഇന്നലെ ഇറങ്ങിയിട്ട് ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. അല്ല, ഇതിൻ്റെ ഡയറക്ടർ ആരായിരുന്നു പടത്തിൻ്റെ? അപ്പോൾ പടം ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് ധനഞ്ജയ് ശങ്കർ എന്നൊരാളാണ്. അങ്ങനെ വേറെ പടം ഏതാണോ അറിയില്ല. പുതിയ ഡയറക്ടർ എന്ന് തോന്നുന്നു. എഴുതിയിരിക്കുന്നത് ഫൈം സഫറും നൂറിൻ ഷെരീഫാണ്. അവർ മറ്റേ സിനിമയിലൊക്കെ അഭിനയിക്കുന്ന മറ്റേ അഡാർ ലെവലൊക്കെ ഉള്ള അവരാന്ന് തോന്നുന്നു. അവർ സിനിമ ചെയ്തു. പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് പിന്നെ നമ്മുടെ ഗോകുലം ഗോപാലം ചേട്ടൻ. പിന്നെ കാസ്റ്റ് ദിലീപ്, വിനീത് ശ്രീനിവാസൻ, ധ്യാൻ ശ്രീനിവാസൻ, ബാലു വർഗീസ്, ബൈജു സന്തോഷ്, ശരണ്യ, പൊൻവണ്ണൻ, അശോകൻ, സിദ്ധാർത്ഥ് ഭരതൻ, ഇവരൊക്കെയാണ് ഇതിൽ കാസ്റ്റ്. സിനിമാട്ടോഗ്രാഫി ആർമോ, മ്യൂസിക് ബൈ ഷാൻ റഹ്മാനും, എഡിറ്റ് ചെയ്തിരിക്കുന്നത് രഞ്ജൻ അബ്രാം. അപ്പോൾ നമുക്ക് സമയം കളയാതെ വേഗം ടീസർ കണ്ടു നോക്കാം. ഐ ആം വെരി എക്സൈറ്റഡ്. ഇതേ കിടക്കുന്ന ടീസർ എത്ര മില്യണായി? ഇന്നലെ 6/14 ടീസർ ഇറങ്ങിയത്. ഇപ്പോൾ തന്നെ 21 ലക്ഷം വ്യൂസ് ആയിട്ടുണ്ട്. നമ്മൾ വൈകിപ്പോയി. ഇന്നലെ ചെയ്യണമെന്ന് വിചാരിച്ചായിരുന്നു, പക്ഷേ ഇന്നലെ ചെയ്യാൻ പറ്റിയില്ല. അപ്പം നമുക്ക് കണ്ടു നോക്കാം. 360 വ്യൂ, 1050 കിട്ടാം. ഫുൾ ക്വാളിറ്റി, ഫുൾ സൗണ്ട് കിട്ടാം. എനിക്ക് പ്രതീക്ഷയുള്ള ദിലീപ് ഏട്ടൻ്റെ ഒരു പടമാണിത്. ആരാണ് വരാൻ പോകുന്നത്? ഏത് മറ്റവനാണ് വരാൻ പോകുന്നത്? ഇനി വരാൻ പോകുന്നതാണോ ലാലേട്ടൻ? മോനെ, മൊത്തത്തിൽ പറഞ്ഞ അവൻ ഈ ഫീൽഡിൽ നല്ല എക്സ്പീരിയൻസ് ഉണ്ടെന്ന് സാരം. ധ്യാൻ പക്ഷെ ഇനി അവന്മാരുടെ ഒരു പരിപാടിയും പറക്കാതെ വന്നിരിക്കുന്നത്. വിനീത് കിടിലൻ ലുക്കിലാണല്ലോ വന്നിരിക്കുന്ന ആരാ? അവൻ്റെയൊക്കെ തന്ത മീൻസ് ഫാദർ. തന്തപ്പുടി തന്തയാണോ വന്നിരിക്കുന്നത്? ആരുടെ തന്ത? വിനീത് ശ്രീനിവാസൻ. ഈ ചെറുക്കനാണ് സിനിമൻ്റെ കഥ എഴുതിയിരിക്കുന്നത്. ധ്യാൻ, ബോംബ് സ്റ്റാർ ധ്യാൻ. ബോംബില്ലാത്ത ധ്യാൻ്റെ ഒരു പടം. ഇവന്റെ ഈ കളർഫുൾ പരിപാടികളൊക്കെ ഷോയാണ്. ഷാൻ റഹ്മാൻ,
ഈ പടത്തിൽ എല്ലാത്തിനും വട്ടാണ്, വട്ട്, ഭ്രാന്ത്. ഇതൊരു മാതിരി സൈക്കോ പടം തോന്നുന്നു. ഐ ലൈക്ക് സൈക്കോ പടം. ദിലീപേട്ടൻ എത്തി മക്കളെ, എന്തോ ലുക്ക്. ഇനിയാണ് എന്റെ ഷോ. I will take you to the miraculous universe of the most wanted person. എൻ്റെ മോനെ, കിണ്ണ ലുക്ക്. ദിലീപേട്ടൻ തന്നെയാണോ? ഒരുമാതിരി സൈക്കോ ചിരിയും, ഒരു വാളയാർ പരമശിവത്തിൻ്റെ ഒക്കെ ഒരു ലുക്ക്. അയ്യോ, ഇത് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഇത് മാത്രം മതി ഫസ്റ്റ് ഡേ സിനിമ കാണാൻ പോവാൻ. പൊള്ളി സീന്. വീണ്ടും സന്ധിക്കവരേക്കും വണക്കം. ഭയഭക്തി ബഹുമാനം. അങ്ങനെ ടീസർ കഴിഞ്ഞിരിക്കുകയാണ് മക്കളെ, കഴിഞ്ഞിരിക്കുകയാണ്. ഇതിൽ ലാലേട്ടൻ ഉണ്ടെന്ന് പറയുന്ന ടീസറിലില്ല, എന്തെങ്കിലും സർപ്രൈസ് റോളായിരിക്കും. എന്തൊരു ടീസർ എനിക്കിഷ്ടപ്പെട്ടു, ഐ ലവ് ഇറ്റ്. പിന്നെ വിനീതിൻ്റെ പെർഫോമൻസ് അടിപൊളി, അല്ല കിടിലൻ ലുക്ക്. അല്ലെങ്കിൽ സൈക്കോ റോളൊക്കെ ചെയ്യാൻ വിനീത് അടിപൊളിയാണ്. പിന്നെ ഇതിൽ ഹീറോയിനൊക്കെ ആരാണാവല്ലേ? ആ ടീസറിൽ ഹീറോയിനൊന്നും കാണിക്കുന്നില്ല, ചിലപ്പോൾ ട്രെയിലറിലുണ്ടായിരിക്കും. എന്തായാലും ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ ഉറപ്പാണ്. ദിലീപേട്ടൻ്റെ ഒരു വലിയ തിരിച്ചുവരവ്, ഒരു കിടിലൻ മാസ് പടം. ദിലീപേട്ടൻ്റെ ഒരു മാസ് പടമൊക്കെ ഞാൻ ഇതുവരെ ദിലീപേട്ടൻ്റെ മാസ് പടം തിയേറ്ററിൽ കണ്ടിട്ടില്ല. ഇപ്പം കോമഡി അല്ലേ ഒരാൾ. ഇതെന്തായാലും പൊളിക്കും മോനെ. എന്നാൽ ശരി ഗൈസ്, നമ്മൾ വേറൊരു കിടിലൻ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. വീണ്ടും സന്ധിക്കും വരക്കും വണക്കം.